വീണ ഇന്നു മുതൽ പുറം ലോകം കാണുമോ? CMR മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇന്ന് നിർണായക ദിവസമാണ്. ഇന്നാണ് വീണ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയേക്കാം. അങ്ങനെയെങ്കിൽ വീണ ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പല നടപടികളും അത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ മുന്നിലുള്ള മൊഴി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവായി എടുക്കാം. അതായത് വീണ നൽകുന്ന മൊഴി കൃത്യമായി തെളിവായി എടുത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാനും പിന്നീട് അവരെ നിയമ നടപടിക്ക് വിധേയമാക്കാനും എൻഫോഴ്സ്മെന്റിന് കഴിയും. ഒരുപക്ഷെ വീണ വിജയനെ ഇന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇനി അതല്ല എങ്കിൽ വീണയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ അവർ വീണ്ടും വീണയെ വിളിച്ചു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 12-ാം തീയതി, അതായത് വെള്ളിയാഴ്ചയാണ് വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ED നോട്ടീസ് അയച്ചത്. അന്ന് വീണ ഒഴിഞ്ഞു മാറി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ അവധി ചോദിച്ചു. മെയിൽ വഴിയാണ് വീണ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ EDയെ അറിയിച്ചത്. തൻ്റെ അഭിഭാഷകൻ മുഖേന ED ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറാമെന്നും അന്ന് ആ മെയിലിൽ വീണ പറഞ്ഞിരുന്നു. ആ ഒരു ആരോഗ്യ പ്രശ്നം സ്വീകരിച്ചുകൊണ്ട് ED പറഞ്ഞത് ഇനി മറ്റൊരു ദിവസം അറിയിക്കും, ആ ദിവസം ഹാജരാകണമെന്നാണ്. ആ ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്. അതായത് ജൂൺ മാസം 17-ാം തീയതി ബുധനാഴ്ചയായ ഇന്നാണ്. ഇന്ന് രാവിലെ ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകിയത്. അതിനനുസരിച്ച് വീണ ഇന്ന് ഹാജരായേ മതിയാവുകയുള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ വളരെ നീണ്ടുപോയേക്കാം. രാവിലെ മുതൽ ആരംഭിക്കുന്ന ചോദ്യം ചെയ്യൽ രാത്രി വൈകി വരെ നീണ്ടു നിൽക്കാം. അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അത് കിട്ടുന്നത് വരെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്യാം. ഇന്ന് വീണയിൽ നിന്ന് അത്തരത്തിലുള്ള തെളിവുകളും രേഖകളും EDക്ക് കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഒരുപക്ഷെ അടുത്ത ദിവസത്തേക്ക് ED നിശ്ചയിക്കുന്ന ഒരു ദിവസത്തേക്ക് ഈ വീണയെ വീണ്ടും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തേക്കാം. അങ്ങനെ EDയുടെ മുന്നിലുള്ള കാര്യമാണ്. എന്ത് തന്നെയായാലും ഇന്ന് EDക്ക് മുന്നിൽ വരുന്ന വീണയെ സംബന്ധിച്ച് നിർണായകമായ വിവരമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2016 ഡിസംബർ 30-നാണ് എക്സാലോജിക് എന്ന് പറയുന്ന വീണയുടെ കമ്പനിയും ശശിധരൻ കർത്തയുടെ കമ്പനിയായിട്ടുള്ള CMR-ലും തമ്മിലുള്ള ആദ്യ കരാർ ഏർപ്പെടുന്നത്. അതായത് 2016 ഡിസംബർ 30-ന്. രണ്ടാമത്തെ കരാർ എന്ന് പറയുന്നത് 2017-ആണ്. കൃത്യമായി പറഞ്ഞാൽ 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയാണ് ഈ ഒരു ഇടപാട്. അവിടെയാണ് ഈ 2,70,00,000 രൂപ വീണയുടെ എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയത്. അതിൻ്റെ കണക്കുകളാണ് EDക്ക് ആവശ്യം. എന്ത് സേവനമാണ് ഇത്? CMR-ന് വീണയുടെ എക്സാലോജിക് കമ്പനി സേവനം നൽകി എന്നതിൻ്റെ പേരിലാണ് ഈ 2,70,00,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സേവനമാണ് വീണ ചെയ്തത് എന്നുള്ളതാണ് EDക്ക് അറിയേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം. ED ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അത് തന്നെയായിരിക്കണം. ഒരുപക്ഷെ വീണയിൽ നിന്ന് ആത്യന്തികമായി അറിയേണ്ടതും അത് തന്നെയാണ്. എന്ത് സേവനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2,70,00,000 രൂപ ശശിധരൻ കർത്തയുടെ CMRL കമ്പനി എക്സാലോജിക്കിന് നൽകിയത്? എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ വ്യക്തിപരമായും എക്സാലോജിക് എന്ന് പറയുന്ന വീണയുടെ കമ്പനിക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വീതമാണ് ഇത്തരത്തിൽ CMRL കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രേഖകൾ മുഴുവൻ തന്നെ EDയുടെ കയ്യിലുണ്ട്. അത് SFIO ആണ് ആദ്യമായി അന്വേഷിച്ചത്. SFIO കസ്റ്റഡിയിൽ നിന്നും രേഖകൾ മുഴുവൻ വേണം, അതിൻ്റെ പകർപ്പുകൾ മുഴുവൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED കഴിഞ്ഞയാഴ്ച കലൂരിലുള്ള പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതിയെ സമീപിച്ചു. ആ കോടതി വിധിച്ചത് SFIOയുടെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ അതിൻ്റെ പകർപ്പുകൾ EDക്ക് നൽകാമെന്ന് കോടതി ഉത്തരവിട്ടു. 134 രേഖകളാണ് അങ്ങനെ SFIOയുടെ പക്കൽ നിന്നും ED കൈപ്പറ്റിയിരിക്കുന്നത്. അതെല്ലാം തന്നെ വീണയ്ക്ക് പ്രതിരോധം തീർക്കുന്ന തരത്തിലുള്ള രേഖകളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. EDയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വീണയെ പൂട്ടുക അല്ലെങ്കിൽ വീണയെ അകത്തിടുക എന്നുള്ളതാണ്. അത് പിണറായി വിജയനിലേക്ക് പോലും ഒരുപക്ഷെ ഈ അന്വേഷണം നീണ്ടേക്കാം. മാത്യു കുഴൽനാടനെ പോലുള്ള രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് ഇത് പിണറായി വിജയന്റെ അഴിമതിപ്പണമാണ്, ആ അഴിമതിപ്പണം ഈ എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് സംഘടനയിലൂടെ വെളുപ്പിച്ചെടുക്കുകയായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടന്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് വീണയിൽ നിൽക്കുന്ന കാര്യമല്ല, മറിച്ച് വീണയിൽ കവിഞ്ഞ്
ഈ അന്വേഷണം പിണറായി വിജയനിലേക്ക് പോകും എന്നാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയ ആരോപണമാണോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പറയാൻ നമ്മളാളല്ല. പക്ഷേ വീണയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീൻ ഇവിടെ എത്തിയിരുന്നു. പിന്നീട് ED അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺകുമാർ ചാരിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ, അതായത് 16-ാം തീയതി CMR MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. 15-ാം തീയതി, അതായത് തിങ്കളാഴ്ച, CMRന്റെ MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെയുള്ള നീണ്ടുനിന്ന ചോദ്യം ചെയ്യലായിരുന്നു അത്. ഷിബിയിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. എന്തു തന്നെയായാലും വീണയ്ക്ക് EDയുടെ മുന്നിൽ തെളിയിക്കേണ്ടത് ഈ 2,70,00,000 രൂപ എന്തിന് കൈപ്പറ്റി എന്നുള്ളതാണ് തെളിയിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് CMRന്റെ അനുബന്ധ കമ്പനിയാണല്ലോ എംപവർ ക്യാപിറ്റൽ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനിയിൽ നിന്നും വീണ 50 ലക്ഷം രൂപ വായ്പ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചടച്ചത് 4 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഈ വായ്പ എന്തിനു വേണ്ടി വാങ്ങി, എന്തുകൊണ്ടാണ് തിരിച്ചടവ് മുടങ്ങിയത്? അടുത്താണ് EDയുടെ രണ്ടാമത്തെ ചോദ്യം. വീണയ്ക്ക് തെളിയിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഈ 50 ലക്ഷം രൂപ കടമെടുത്തതിൻ്റെയാണ്. അപ്പോൾ അത്തരത്തിൽ വീണയ്ക്ക് വലിയ തരത്തിലെ കുരുക്ക് മുറുകുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് നിർണായകം. വീണ EDയുടെ മുന്നിൽ നൽകുന്ന മൊഴി തെളിവായി എടുത്തുകൊണ്ട് അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ലക്ഷ്യം വെച്ചത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം മുതലേ ലക്ഷ്യം വെച്ചത് പിണറായി വിജയനെയും മകളെയും തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മെയ് 27-ാം തീയതി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വസതിയിലടക്കം, കണ്ണൂരിലുള്ള വസതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അന്ന് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ അക്രമങ്ങളൊക്കെ അറിയാമല്ലോ. അന്ന് CPM വലിയ തോതിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു. ED സഞ്ചരിച്ച കാറ് തകർത്തിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ EDക്കെതിരായിട്ട് ആക്രമണം നടത്തിയ 26 പേർ CPM പ്രവർത്തകർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. അവർ വീണയ്ക്ക് വേണ്ടി പ്രതിരോധം തീർത്തതാണ്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ വിചാരിച്ചത് പിണറായി വിജയന് വേണ്ടിയാണ് തങ്ങൾ പ്രതിരോധം തീർക്കുന്നത് എന്നാണ്. പിന്നീടാണ് ഇത് വീണയ്ക്ക് വേണ്ടി എന്നുള്ള നിലയിലേക്ക് പല ജില്ലാ കമ്മിറ്റികളും പല ഏരിയ കമ്മിറ്റികളും മാറി ചിന്തിച്ചത്. എന്തിനാണ് ഈ സഖാക്കൾ വെറുതെ വീണയ്ക്ക് വേണ്ടി, പാർട്ടി അംഗമല്ലാത്ത ഒരു വീണയ്ക്ക് വേണ്ടി എന്തിനാണ് ഈ സഖാക്കളെ കുരുതി കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൊല്ലത്തെ ഏരിയ കമ്മിറ്റി അടക്കമുള്ളവർ ചോദിച്ചതാണ്. അപ്പോൾ ആ സഖാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്, വീണയ്ക്ക് വേണ്ടി ജയിലിൽ കിടക്കുകയാണ്. പിണറായി വിജയനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ 300ഓളം പേരെ അവിടേക്ക് CPM നേതാക്കൾ വിളിച്ചു വരുത്തിയത്, EDക്ക് നേരെ ആക്രമണം നടത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ SFI അംഗമല്ലാത്ത, DYFI അംഗമല്ലാത്ത, CPM അംഗമല്ലാത്ത, CPM അനുഭാവി പോലുമല്ലാത്ത വീണയെ പ്രതിരോധിക്കാനായിരുന്നു എന്ന് പിന്നീടാണ് സഖാക്കൾക്ക് ബോധം വന്നത്. എന്തുകൊണ്ട് തന്നെയായാലും അന്ന് EDയെ ആക്രമിച്ച 26 പേർ രാജ്യദ്രോഹ കുറ്റത്തിന് ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്നു, ജയിലിൽ കിടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി നമ്മൾ ഈ ദിവസത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇനി വീണയെ വിളിച്ചു വരുത്തിയ അത്തരത്തിൽ പ്രതിരോധിക്കാനൊന്നും തങ്ങളെ കിട്ടില്ല എന്ന് അസന്നിഗ്ധമായി എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു. CPM നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞു തരുന്നു. NN കൃഷ്ണദാസ് അടക്കം, ജോൺ ബ്രിട്ടാസ് അടക്കം, AK ബാലൻ അടക്കമുള്ള മുഴുവൻ പേരും വീണയെ കൈവിടുന്ന സ്ഥിതിയാണുള്ളത്. പിണറായി വിജയന് എതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ നടത്തിയെങ്കിൽ പാർട്ടി സഖാക്കൾ പ്രതിരോധിക്കാം, അല്ലാതെ വീണയ്ക്ക് വേണ്ടി ഇനി ആരും തന്നെ തെരുവിലിറങ്ങില്ല എന്നുള്ള വ്യക്തമായ സൂചന കഴിഞ്ഞ ദിവസം AK ബാലൻ അടക്കമുള്ള സമുന്നത നേതാക്കൾ നടത്തിയിരുന്നു. ഒരു കാരണവശാലും ഇന്ന് CPM പ്രവർത്തകർ തെരുവിറങ്ങില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീണയെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. അവർക്ക് ഈ 2 കാര്യങ്ങളാണ് EDയുടെ മുന്നിൽ തെളിയിക്കേണ്ടത്. ഒന്ന്, CMRൽ നിന്ന് വാങ്ങിയ ഈ 2,70,00,000 രൂപ എന്ത് സേവനത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്, ആ സേവനം എന്താണ് എന്നുള്ളതാണ് ആദ്യം തെളിയിക്കേണ്ടത്. രണ്ടാമത്, 50 ലക്ഷം രൂപ വായ്പയെടുത്തു, CMRന്റെ അനുബന്ധ കമ്പനിയിൽ നിന്ന് വായ്പയെടുത്തു. ആ വായ്പയിൽ 4 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ വായ്പ എടുത്തത്, ബാക്കി തുക തിരിച്ചടയ്ക്കാത്തത് എന്തിനാണ്, തുടങ്ങിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീണയ്ക്ക് EDയുടെ മുന്നിൽ തെളിയിക്കേണ്ടത്. ആ ED വീണയെ പ്രതിരോധിക്കാൻ വേണ്ടി
134 രേഖകളാണ് നിലവിൽ SFIയുടെ കയ്യിൽ നിന്ന് മാത്രം ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീണയ്ക്ക് കുരുക്കാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ED ആക്രമിച്ചു എന്നുള്ള നിലയിൽ കൂടി വീണയെ പൂർണ്ണമായും നിയമത്തിൻ്റെ പഴുതുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണയെ പൂട്ടാനുള്ള നടപടികളായിരിക്കും ഇന്ന് EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒരുപക്ഷെ അങ്ങനെ ഇന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ മാറിപ്പോയാൽ വീണ്ടും അടുത്ത ദിവസത്തേക്ക് വീണയെ വിളിച്ചു വരുത്തും. അങ്ങനെ വീണയ്ക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കേസല്ലിത്. അത്തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു കേസ് കൂടിയാണിത്. അതുകൊണ്ട് വീണയ്ക്ക് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.